യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ നമ്മളിന്ന് കാണാൻ പോകുന്ന ഹീബ്രു പദം വയേബ്ദേൽ എന്നൊരു ഹീബ്രു പദമാണ്. ആൻഡ് ഹി സെപ്പറേറ്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തരം തിരിക്കുക, ഡിവൈഡ്, സെപ്പറേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്, ദൈവം വെളിച്ചത്തെ അന്ധകാരത്തിൽ നിന്നും വേർതിരിക്കുന്നതായിട്ട് കാണുന്നു. പലപ്പോഴും ഇന്നത്തെ ഒരു സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഷെയ്ഡ്സിൽ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു വേർതിരിവില്ല. ഒരു തുണിക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കളറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡ്സ് കിട്ടും. വെള്ള എന്ന് പറയുന്ന ഒരു നിറത്തിന് പല ഷെയ്ഡ്സ് ഉണ്ട്. ഓഫ് വൈറ്റ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡ്സ് നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു പ്യുവറായിട്ടുള്ള ഒരു കളറല്ല, അതിനകത്ത് ചില ഷെയ്ഡ്സ് കലർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പെയിൻറ് കടയിൽ ചെന്നാലും സെയിം, നമുക്ക് പല തരത്തിലുള്ള ഷെയ്ഡ്സ് കിട്ടും. പക്ഷേ നമ്മളുടെ ഒരു ജീവിതത്തിൽ നന്മയും തിന്മയും എന്ന് പറയുന്നത് വളരെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ്. ഷെയ്ഡ്സിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു വേർതിരിവില്ല, ഒരു സങ്കരമായിട്ട് ജീവിക്കുക. നന്മ കൃത്യമായിട്ട് നന്മയാണോ? അല്ല, അതിനകത്ത് ചില തിന്മയുടെ ഷെയ്ഡ്സും കൂടി കലർന്നിരിക്കുന്നു. പലപ്പോഴും കുർബാന സ്വീകരണത്തിനൊക്കെ വെള്ള ഡ്രസ്സ് വാങ്ങിയിട്ട് വരാനായിട്ട് പറയുമ്പോൾ ഇന്ന് പലർക്കും വെള്ള എന്ന് പറയുന്നത് പല കളറാണ്. ചിലർ ഓഫ് വൈറ്റ് വാങ്ങിയിട്ട് വരും, ചിലർ പ്യുവർ വൈറ്റ് വാങ്ങിയിട്ട് വരും, ചിലരൊരു മഞ്ഞ കളറിലത്തെ ഒരു വൈറ്റ് വാങ്ങിയിട്ട് വരും. എന്നിട്ട് അവരൊക്കെ വന്ന് തർക്കിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതാണ് വൈറ്റ് അച്ഛാ, അല്ലെങ്കിൽ ഇതാണ് കറക്റ്റായിട്ടുള്ള വൈറ്റ്. എല്ലാവരും വാങ്ങിയിട്ട് വന്ന കളറാണ് അവർക്ക് വൈറ്റ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം എല്ലാത്തിനെയും കൃത്യമായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. നന്മ എന്ന് പറയുന്നത് എന്താണ്, തിന്മ എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഷെയ്ഡ്സിൽ ജീവിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സ്വർഗരാജ്യം പ്രാപ്തമാക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഈ ഒരു വേർതിരിവ് വേണമെന്ന് ഈശോ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഷെയ്ഡ്സിലാണോ അതോ കൃത്യമായിട്ടുള്ള വേർതിരിവോട് കൂടിയാണോ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ദിനം നേരുന്നു.